ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം നമുക്ക് ദൈവം ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നതൊരു ബ്യൂട്ടി ടിപ്സാണ്. ഇതിന് മുമ്പിട്ട് ഞാനൊരു കോഫിയുടെ പാക്ക് ഇട്ടായിരുന്നു. അത് അന്നാണോ അതിൻ്റെ പിറ്റേന്നാണോ ഒന്ന് രണ്ട് പേര് ചെയ്തിട്ട് വാട്സപ്പിൽ എനിക്ക് മോനെയും ചെയ്തത്, പുള്ളിക്കാരിയുടെ മോനെയും ഇത് ചെയ്തതെന്നും പറഞ്ഞ് മോൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തന്നായിരുന്നു. അതെന്ന് പറയുന്നത് പലർക്കും അതുപോലെ റിസൾട്ട് കിട്ടുന്നു. ഓരോരുത്തരുടെ സ്കിൻ ഒരുപോലെ ഇരിക്കത്തില്ലല്ലേ. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് ഒരു പ്രയോജനം വരത്തില്ല, കുറച്ച് മാറ്റമൊക്കെ വരും. പക്ഷെ അത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്യണം. നമ്മളിപ്പം ബ്യൂട്ടി പാർലറിൽ പോയാലും ആദ്യം ഈ ചെയ്യാതിരുന്ന് ചെയ്തൊരു ആദ്യമായിട്ട് ചെയ്യുമ്പം അങ്ങനെ ഒരു ഗ്ലോ ഒന്നും വരത്തില്ലല്ലേ. പിന്നെ കുറച്ച് നാൾ ചെയ്തിട്ടല്ല അത് വരത്തുള്ളൂ. അതുപോലെ നമ്മൾ എന്ത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴും അതിന് മുമ്പിട്ട് കൈയുടെ ഇവിടെങ്ങാണോ ഒന്ന് തേച്ച് നോക്കണം. ചിലത് അലർജി ഉണ്ടാകും. അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് കയ്യിൽ ചെയ്ത് നോക്കണം. എന്നിട്ടേ മുഖത്ത് ചെയ്യാവൂ. മുഖം നമ്മുടെ ഒത്തിരി സെൻസിറ്റീവായ സ്കിന്നല്ലേ. അപ്പം മുഖത്ത് ചെയ്യുന്നതിന് മുമ്പിട്ടൊന്ന് കയ്യിൽ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് മുമ്പിട്ടുള്ളത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതും, കാരണം അതെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഒരു സാധാരണക്കാർക്ക് ചെയ്യാവുന്ന ഒരു ടിപ്സായിരുന്നു. അതും ഇന്നത്തെ അതുപോലെ ഒരു സാധാരണക്കാർക്ക് ചെയ്യാവുന്ന ഒരു ടിപ്സാണ്. തൈരും കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണെങ്കിലും അതാണെങ്കിലും ഇപ്പം നിങ്ങൾ ചിന്തിക്കും അത് ചെയ്യണോ ഇത് ചെയ്യണമെന്ന്. അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിന് ഏതാ സ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഒരു പ്രാവശ്യം ചെയ്തിട്ട് വിട്ടാൽ പ്രയോജനം കിട്ടത്തില്ലെന്ന് ഞാൻ പറയുന്നു. അത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യുക. അത് മുഖത്ത് മാത്രമല്ല കയ്യിലും കാലിലും ഒക്കെ തേക്കാം. ഓക്കെ. അപ്പോൾ നമ്മളെപ്പോൾ ചെയ്യുമ്പോഴും മുഖം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഞാനിപ്പോൾ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് കുറച്ച് തൈരെടുത്ത് മുഖത്ത് ക്ലെൻസിങ് ചെയ്യാം. ഞാൻ ഇച്ചിരി എടുത്തുള്ള നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ തൈര് മാത്രമല്ല വേറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഞാനിപ്പോൾ തൈര് കൊണ്ടാന്ന് പറഞ്ഞ് തൈര് മാത്രമല്ല കേട്ടോ, അതിൽ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു രസം വെക്കുവാണെങ്കിലും രസത്തിൽ പുളി മെയിൻ, അതുപോലെ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഇതിൽ ചേർക്കണം. അപ്പം നമുക്ക് നന്നായി ഇതൊന്ന് ക്ലെൻസിങ് ചെയ്ത് കൊടുക്കാം. മുഖത്തൊക്കെ ഇങ്ങനെ തേച്ച് 1-2 മിനിറ്റ്, കുറഞ്ഞത് 1 മിനിറ്റിലൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാമേ. ഇങ്ങനെ താഴേന്ന് മേപ്പോട്ട് ചെയ്ത് കൊടുക്കണേ. ഇതിപ്പം 1-2 മിനിറ്റ് ഞാനിങ്ങനെ നന്നായി ക്ലെൻസിങ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഒന്നീ വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ട് ടവലിൽ വെച്ച് മുഖം തുടച്ചെടുക്കാം, അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ മുഖം കഴുകാം. ഞാൻ പോയി കഴുകിയിട്ട് വരട്ടെ. ഞാൻ കയ്യിലും തേച്ചായിരുന്നു. ഇനി നമുക്ക് സ്ക്രബ് ചെയ്യണം. അതിനും തൈരും കാപ്പിപ്പൊടിയും പഞ്ചസാരയും. ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കോഫി പൗഡർ. പഞ്ചസാര വലിയ പഞ്ചസാരയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞതുപോലെ ഒന്ന് പൊടിക്കണേ. ചെറുതാണെങ്കിലും അതൊന്ന് അലിയണം. ചേര ഇളക്കി കൊടുത്ത പഞ്ചസാര ഒന്ന് അലിയട്ടെ, അല്ലെങ്കിൽ പൊടിച്ച പൊടി ചേർക്കാം. ഞാൻ ഒരു ഇൻഗ്രീഡിയൻസ് മറന്നുപോയി. കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ കോക്കനട്ട് ഓയിൽ. ഞാനിപ്പം വെർജിൻ കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നേ. ഇച്ചിരി ഞാനൊന്ന് ഇളക്കി ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് അലിയിക്കണേ. ഇത് നമുക്ക് മുഖത്തിന് ഇങ്ങനെ തേച്ചിട്ട് 1-2 മിനിറ്റ് ഇതും നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെയ്യുമ്പം കണ്ണിൻ്റെ അവിടെ എല്ലാം നന്നായിട്ട് ചെയ്ത് കൊടുക്കണേ. നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴേ നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ ആ സോഫ്റ്റ്നെസ് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. അത് ഫേസ് മസാജാണ് ചെയ്യുന്നത്. ഫേസ് മസാജ് ചെയ്യുമ്പോൾ അതിന് വേണം തേനും വേണം തൈരും വേണം. നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനൊക്കെ തേൻ ഇനി 1 കുപ്പിയും കൂടെ ഉള്ളു. കുറച്ച് മതി, 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്.
ഈ മസാജ് നമുക്കൊരു 5-10 മിനിറ്റൊക്കെ ചെയ്യണം. നല്ലൊരു സോഫ്റ്റ് തേക്കുമ്പോൾ. എൻ്റെ ഈ 2 സൈഡ്, എൻ്റെ പഴയ വീഡിയോ കാണുന്നവർക്കറിയാം, ഈ 2 സൈഡിൽ ഇത്തിരി കറുപ്പുണ്ടായിരുന്നു. അത് ഞാനെന്നാ ഫേസ് പാക്ക് ചെയ്തില്ലേ, അന്ന് തന്നെ എനിക്കൊരിത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ഒരു പ്രാവശ്യം കൊണ്ടേ അത് ചെയ്തുള്ളൂ. എല്ലാവർക്കും ജോലി തിരക്കില്ലേ, ഞാനും പറയും ആഴ്ച 1-2 പ്രാവശ്യം ചെയ്യണമെന്ന്. അതിനായിട്ട് നമ്മൾ സമയം എടുക്കുന്നില്ല. കഴിഞ്ഞ ഞാൻ ഫേസ് വാക്കിൻ്റെ ഇതിട്ടണേ എനിക്കൊരു കമൻറ്റ് വാട്സപ്പിൽ തന്നെയാണ്, വിജി ഈ അടുക്കളയിൽ തന്നെ കിടന്നങ്ങ് നമ്മുടെ ദേഹവും ദേഹിയും കളഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെടാതെ ഇടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയമൊക്കെ ഒന്ന് ഇതുപോലെ മാറ്റി വെക്കണമെന്ന് നമ്മുടെ ശൈനിക്കുട്ടിയാണ് പറഞ്ഞത്. ഇനി നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യാം. ഇച്ചിരി പിന്നെ ഡ്രൈ ആകുമ്പോൾ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ അങ്ങനെ 5-10 മിനിറ്റ് ചെയ്യേ. ഒരു 10 മിനിറ്റ് ഞാനിങ്ങനെ മസാജ് ചെയ്തു. ഇനി നമുക്കിത് കഴുകാം. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കയ്യിലും തേച്ചെന്ന്. ഇനി നമുക്ക് ലാസ്റ്റ് വേണം പായ്ക്ക്. നമുക്ക് പായ്ക്കിന് വേണം നല്ലൊരു പഴുത്ത തക്കാളി. ഞാനത് ഇവിടെ ഇങ്ങനെ മോഡം കണ്ടിച്ചിട്ടേ അതിൻ്റെ പൾപ്പ് നമുക്ക് വേണം, ജ്യൂസും പൾപ്പൊക്കെ. ഞാൻ ഇച്ചിരി പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അന്നേരം അത് പെട്ടെന്ന് അലിയും. ഇച്ചിരി മതി. പൾപ്പ് നന്നായി കിട്ടുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ ഇങ്ങനെ നല്ല പഴുത്ത തക്കാളിക്ക വേണം. കേട്ടോ, നല്ല നീര്, സൂപ്പർ നീര്. ഇതിന് വേണേൽ തിന്നാം. ഇച്ചിരി കൂടെ പഞ്ചസാര അങ്ങോട്ട് ഇട്ടിട്ട്. നമുക്ക് പായ്ക്കല്ലേ വേണ്ടി. ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ തൈര് കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം റാഗി പൗഡർ. ലൂസാണെങ്കിൽ ഒരു ഇച്ചിരി കൂടെ റാഗി പൗഡർ ഇട്ട് കൊടുക്കണേ. ഈ പായ്ക്ക് ഇട്ടിട്ട് ഒരു 10-20 മിനിറ്റ് നമുക്കിങ്ങനെ വെച്ചേക്കാം. നിങ്ങൾ ചെയ്യണേ, എൻ്റെ മുഖത്തെ കണ്ണി. നീ ബ്യൂട്ടി പാർലറിൽ പോയി പൈസ കൊടുക്കണ്ട കേട്ടോ. ഇനി ഒന്ന് മൊത്തത്തിൽ തേക്കട്ടെ. ഇനി ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ. 10-20 മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിലും അതൊന്ന് ഡ്രൈ ആവണേ. നമ്മുടെ മുഖമൊക്കെ വലിച്ചിൽ പോലെ അത് ഉണങ്ങുമ്പോൾ അതൊന്ന് ഉണങ്ങണം. ഇനി ഒന്ന് കഴുകിക്കളയാം. ഇങ്ങനുണ്ട്. ഒന്ന് ചെയ്ത് നോക്കേ. ചെയ്തിട്ട് അഭിപ്രായം പറയണേ. നമുക്കധികം ചിലവൊന്നും ഇല്ലാത്ത കാര്യങ്ങളല്ലേ. പ്രീസമോൻ എപ്പോഴും വന്ന് എന്നെ ചിപ്പി എന്ന് പറയും. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇവിടുത്തെ കറുപ്പ് കണ്ടോ, അതാ എനിക്ക്. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോകളെടുത്ത് നോക്കിയാൽ അറിയാം, എൻ്റെ ഈ 2 സൈഡും കറുപ്പുണ്ടായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ട് മാറിയെന്നല്ല ഞാൻ പറയുന്നത്, വ്യത്യാസമുണ്ട്. ഓക്കെ, ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ, നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലൈറ്റിങ്ങിൻ്റെ കുഴപ്പമാണ്. എനിക്കല്ലാതെ ഞാൻ ഇവിടെ കണ്ണാടി വന്ന് നോക്കിയിട്ട് നല്ലതായിട്ട് എനിക്ക് വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ ചെയ്തിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.